ഡോക്ടർമാരില്ല. പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രം പൂട്ടിയിട്ട് CPMന്റെ ഉപരോധം. ഏരിയ സെക്രട്ടറി കെ ജയദേവന്റെ നേതൃത്വത്തിലാണ് പാർട്ടി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന് രോഗികൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിലാണ് ആശുപത്രി പൂട്ടിയിട്ട് ഉപരോധിച്ചത്. ഉച്ചയ്ക്ക് 12:15 CPM ഏരിയ സെക്രട്ടറി കെ ജയദേവന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെടുകയും രോഗികൾ വലയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. DMO ഉൾപ്പെടെയുള്ള ഉന്നത ആരോഗ്യവകുപ്പ് അധികാരികൾ ഉടൻ ഇടപെടണമെന്നും വിഷയത്തിൽ നേരിട്ടെത്തി ചർച്ച നടത്തിയ ശേഷം മാത്രമേ ഉപരോധ സമരം അവസാനിപ്പിക്കൂ എന്നും CPM നേതൃത്വം വ്യക്തമാക്കി. പൂക്കോട്ടുകാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥിരമായിട്ട് ഡോക്ടർമാരില്ല. നേരത്തെ 2 ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആളുകൾക്ക് നല്ല ഉപകാരപ്രദമായിരുന്നു. ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ഇവിടെ ഡോക്ടർമാരില്ല. ഇന്ന് രാവിലെ ഞങ്ങളിവിടെ യാദൃശ്ചികമായി വന്ന സമയത്ത് ഡോക്ടറില്ല, OP ഇല്ല. ഇവിടെ കുറച്ച് ആളുകൾ ജീവനക്കാരുണ്ട്. അവർ വാട്സാപ്പിൽ ഇങ്ങനെ ആളുകൾക്ക് മെസ്സേജ് വിടും പോലും ഇന്ന് ഡോക്ടറില്ല, അപ്പോൾ ആളുകൾ വരില്ല. സർക്കാർ ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു സേവനം ഇപ്പോൾ അതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിവിടെ ഉപരോധിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതിനൊരു തീരുമാനമായിട്ട് DMO ഒക്കെ വന്ന ഒരു തീരുമാനമായി ഡോക്ടർ സ്ഥിരമായി ഇവിടെ ഉണ്ടാവുന്ന ഒരു നടപടി സർക്കാർ ഉണ്ടാക്കിയാൽ മാത്രമേ ഞങ്ങളിപ്പോൾ പിരിയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ഹോസ്പിറ്റൽ കെട്ടിടമൊക്കെ ഒന്ന് നോക്കി നോക്കൂ. പൂക്കോട്ടുകാവ് പോലെയുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടമുണ്ട്. മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല ലാബ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സർക്കാരൊക്കെ എന്തിനാണ് ഭരിക്കുന്നത്? അവരൊന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയിക്കോട്ടെ. വാട്സാപ്പിൽ ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കാൻ ഈ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇന്നിപ്പോൾ ഇവിടെ 5-6 ഉദ്യോഗസ്ഥരുണ്ടാവും. അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ? എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? വാട്സാപ്പിൽ ഈ വിവരം അറിയിക്കാനോ? അതാണിപ്പോൾ വലിയ സർവീസായിട്ട് പറയുന്നത്. ഞങ്ങളെല്ലാവരും വിവരം അറിയിക്കുന്നുണ്ട് എന്നാണ്. ഏതായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം. ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്. അവർ സ്വകാര്യ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഈ ഗവൺമെൻറ് കേരളത്തിലെ പൊതുജനാരോഗ്യത്തെ ആകെ തകർക്കാനുള്ള നിഗൂഢമായിട്ടുള്ളൊരു പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. നമ്മൾ എന്തിനാണ് അത് അംഗീകരിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമായിട്ട് ഇവിടുന്ന് എഴുന്നേക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N രാജേഷ്, വൈസ് പ്രസിഡന്റ് P കൃഷ്ണകുമാരി എന്നിവർ സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയിൽ DMOയുമായി ഫോണിൽ ബന്ധപ്പെടുകയും ഡോക്ടറുടെ സേവനം ഉടൻ ലഭ്യമാക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്നുമാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ഇങ്ങനൊരു ഹോസ്പിറ്റൽ ഇവിടെ ഇതായിട്ട് ഒരു ആളുനാഥനും വേണ്ട ഇതിനൊക്കെ ചോദിക്കാൻ ആരെങ്കിലും വേണ്ട ഈ നാട്ടില്? യൂണിവേഴ്സും കാണിക്കുകയാണ്. ഇപ്പൊ അതിൻ്റെ എന്താ പറയുക, ഫോക്കസ് മാറി. ഹോസ്പിറ്റലിൽ നിന്നുള്ള സർവീസ് എന്താ? ഡോക്ടറുടെ പരിചരണല്ലേ? ഇപ്പം അത് മാറിയിട്ട് ഇപ്പോൾ അവിടുത്തെ സർവീസ് എന്താണെന്ന് അറിയാം? വാട്സപ്പിൽ ഞങ്ങൾ വിവരം തന്നിട്ട് നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്നില്ലല്ലോ, ഇങ്ങോട്ട് വരുത്തുന്നില്ലല്ലോ. എത്ര വേഗം ഒരു നാട്ടിൽ ഫോക്കസ് മാറി. അതിനെന്തിനാ ഇവിടെ 5-6 ആള്? ഇന്നിപ്പോൾ ഇവരുടെ പണി എന്താ? ഇവിടെ 5-6 ആളുടെ പണി എന്താ? ഇതിന് നമ്മുടെ പൊതുപണം ചെലവാക്കുകയാണ്. അത് പറ്റില്ല. അല്ലാതെ ഡോക്ടറോട് അല്ല പ്രശ്നം. അവർ പറഞ്ഞില്ല അവർക്ക് ലീവ് എടുക്കണമെങ്കിൽ അവർക്ക് ലീവ് എടുക്കണം. അതിന് വേറെ സംവിധാനം ഇവിടെ സർക്കാർ കാണണം. അത്രയേ ഉള്ളൂ. നിലവിൽ വെള്ളിനേഴി ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർക്കാണ് ഇവിടെയും ചുമതല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് പലപ്പോഴും സേവനം ലഭിക്കാതെ മടങ്ങിപ്പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്.